ലേണിംഗ് ഹബ് ലെറ്റ്സ് ലേൺ ടുഗദർ വിത്ത് ധന്യ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മിനിസ്ട്രി, നമ്മളെ ക്യാബിനറ്റ് മിനിസ്ട്രി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും ഷുവർ ആയിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്കത് പഠിക്കാം. ഓക്കെ, അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ യൂസ്ഫുൾ ആയവർക്ക് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം തന്നെ പ്രൈം മിനിസ്റ്റർ ആണ്, അത് നമുക്കറിയാം, ശ്രീ നരേന്ദ്രമോദി. അപ്പം അദ്ദേഹത്തിന് വരുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസ്, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്. ഇത്രയും പ്രൈം മിനിസ്റ്ററിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം ഇതെല്ലാം ശ്രീ നരേന്ദ്രമോദി അദ്ദേഹമാണ് ഇതിന്റെ മിനിസ്റ്റർ. അടുത്തത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. ഓക്കെ, ഡിഫൻസ് മിനിസ്റ്റർ ആണ്. ഇതൊക്കെ മാറിയിട്ടില്ല, നമുക്ക് പഴയ ആൾക്കാർ തന്നെയാണ്. സോ നമുക്ക് ഇവിടെ എളുപ്പമാണ് അത് ഓർക്കാനായിട്ട്. ശ്രീ രാജ്നാഥ് സിംഗ്, ഡിഫൻസ് മിനിസ്റ്റർ ശ്രീ രാജ്നാഥ് സിംഗ്. ഓക്കെ, അടുത്തത് മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആൻഡ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. ഓക്കെ, അപ്പൊ കോർപ്പറേഷൻ മിനിസ്റ്ററും അതുപോലെ തന്നെ ഹോം മിനിസ്റ്ററും ഇതും മാറിയിട്ടില്ല. അമിത് ഷാ അദ്ദേഹമാണ് ഇപ്പോഴത്തെ കോർപ്പറേഷൻ മിനിസ്റ്റർ ആൻഡ് ഹോം മിനിസ്റ്റർ. ഓക്കെ, മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. ഓക്കെ, അപ്പം ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ, ഗതാഗത മന്ത്രി, അപ്പം നിതിൻ ഗഡ്കരിയാണ്. അത് മാറിയിട്ടില്ല. അപ്പം ഇത് ഓർത്ത് വെക്കാനായിട്ട്, റോഡിൽ നിറച്ച് ഗട്ടറാണ് എന്നുള്ളതൊക്കെ ഓർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കാൻ പറ്റും. മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് നിതിൻ ഗഡ്കരി. ഓക്കെ, അടുത്തത് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, മിനിസ്റ്റർ ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, ഇത് രണ്ടും ജഗത് പ്രകാശ് നഡ്ഡ ഓർ JP നഡ്ഡ. ഓക്കെ, അപ്പം ഇത് ഓർക്കാനായിട്ട് ഹെൽത്ത് ഫാമിലി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, വളരെ നല്ല കാര്യമാണ് ഹെൽത്ത് ആൻഡ് ഫാമിലി. അപ്പോൾ കുടുംബത്തിന് പ്രകാശം പരത്തുന്നു, അല്ലെങ്കിൽ ജഗത്തിന് പ്രകാശം പരത്തുന്നു, ആരോഗ്യം കൊടുക്കുന്നതാരാണ്? ജഗത് പ്രകാശ് നഡ്ഡ. ഓക്കെ, ഇനി കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ, കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മിനിസ്ട്രി ആണെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടി കൊടുക്കണം നഡ്ഡ, നല്ല അടി. ഓക്കെ, നല്ല അടി കൊടുക്കണം. അപ്പോൾ അതും JP നഡ്ഡ. ഓക്കെ, മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, അത് ശിവരാജ് സിംഗ് ചൗഹാൻ ആണ്. ഓക്കെ, അപ്പം ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചർ എന്ന് പറയുമ്പം കൃഷി അല്ലേ, കൃഷിക്കാരനും ആണല്ലോ. അപ്പം നമ്മൾ ആ കൃഷിനെ മാറ്റിയിട്ട് ഋഷി എന്നാക്കാൻ പോവാണ്. ഓക്കെ, കൃഷിയുടെ ആൻസർ ഋഷിരാജ് സിംഗ് എന്ന് പഠിക്കുക. ഓക്കെ, ആ ഋഷി മാറ്റി ശിവരാജ് സിംഗ് ആണ് ആൻസർ വരുന്നത്. അപ്പൊ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയതാണ്, കൃഷിനെ മാറ്റി ഋഷിയാക്കി കേട്ടോ, ഋഷിരാജ് സിംഗ് എന്ന് പഠിക്കുക. അപ്പൊ പിന്നെ ശിവരാജ് സിംഗ് കാണുമ്പോൾ ഓർമ്മ വരും. ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ മിനിസ്റ്റർ. ഓക്കെ, മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ്. ഓക്കെ, ഫിനാൻസ് മിനിസ്റ്ററിന്റെ കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, അത് മാറ്റം വന്നിട്ടില്ല, നിർമ്മല സീതാരാമൻ ആണ് ഫിനാൻസ് മിനിസ്റ്റർ. ഓക്കെ, ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ്, ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ്. ഓക്കെ, അടുത്തത് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുമ്പോൾ വിദേശകാര്യ മന്ത്രി. അപ്പം അത് ഡോക്ടർ S ജയശങ്കർ അല്ലെങ്കിൽ ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ. ഓക്കെ, അപ്പം ഇത് മാറിയിട്ടില്ല, പഴയ ആൾ തന്നെയാണ് ഡോക്ടർ S ജയശങ്കർ. അപ്പം അറിയാത്തവർക്ക് ഓർക്കാൻ വേണ്ടിയിട്ട്, സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളുടെ കേരളയിലും തമിഴ്നാട്ടിലും ആയിട്ട് കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഗോഡാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം വന്നിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ പേരൻസ് ശിവനും പാർവതിയും. ഓക്കെ, കൈലാസത്തിലും അതുപോലെ തന്നെ ഹിമാലയത്തിലുമാണ് അവരുടെ സ്ഥലം. സോ ഇവിടെ നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പൊ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് സൗത്ത് ഇന്ത്യയിലേക്ക് സുബ്രഹ്മണ്യം വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഒരു വിദേശിയാണ് ആര്? സുബ്രഹ്മണ്യൻ. ഓക്കെ, സോ വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യൻ ജയശങ്കർ, S ജയശങ്കർ. ഓക്കെ, ഇതെല്ലാം ജസ്റ്റ് ഓർക്കാൻ വേണ്ടി മാത്രം പറയുന്ന എക്സാമ്പിൾസ് ആണ് കേട്ടോ. അതായത് എക്സാം ഹാളിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ എങ്ങനെയെങ്കിലും റിലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റണം, അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലൂ മാത്രമാണ്. ഓക്കെ, അതിൽ കൂടുതൽ വേറെ ഒന്നും തന്നെ ഇതിലില്ല. ഓക്കെ, അപ്പം അടുത്തത് മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്, അതുപോലെ മിനിസ്റ്റർ ഓഫ് പവർ. അപ്പം ഇത് ശ്രീ മനോഹർ ലാൽ.
ഓക്കെ. അപ്പോൾ നമ്മുടെ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്, അത് ഹൗസിംഗ് എന്ന് പറയുമ്പോൾ വീട് വളരെ മനോഹരമാവണം അല്ലേ, എല്ലാവരുടെയും സ്വപ്നമാണ് വീട് മനോഹരമാവണം. സോ മിനിസ്റ്റർ ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മനോഹർ ലാൽ. പിന്നെ പവർ, മിനിസ്റ്റർ ഓഫ് പവർ എന്ന് പറയുമ്പോൾ നമ്മുടെ മോഹൻലാലിനെ ഓർക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ പവറോട് കൂടിയിട്ടും ഉള്ള ആളാണ് മനോഹർ ലാൽ. ഓക്കെ. മിനിസ്റ്റർ ഓഫ് ഹെവി ഇൻഡസ്ട്രീസ്, മിനിസ്റ്റർ ഓഫ് സ്റ്റീൽ. ഓക്കെ, ഹെവി ഇൻഡസ്ട്രീസും സ്റ്റീലും, അപ്പോൾ അത് HD കുമാരസ്വാമി. ഓക്കെ, അപ്പം ഹെവി ഇൻഡസ്ട്രി സ്റ്റീൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബാഹുബലി സിനിമ ഓർത്താൽ മതി. അതിൽ മൊത്തം ഈ പറഞ്ഞ പോലെ ഇരുമ്പ്, സ്റ്റീല് അതൊക്കെ കൊണ്ടാണ് യുദ്ധം, ഹെവി ആയിട്ടുള്ള സാധനം കൊണ്ടാണ് യുദ്ധം. അതിൽ കുമാരവർമ്മ എന്നുള്ള ആ ഒരു ക്യാരക്ടറിനെ ഓർക്കുക. കുമാരവർമ്മനെ മാറ്റി ജസ്റ്റ് ഒന്ന് കുമാരസ്വാമി ആക്കുക. അപ്പൊ ഹെവി ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ഓഫ് സ്റ്റീൽ HD കുമാരസ്വാമിയാണ്. ഓക്കെ. അടുത്തത് മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, അത് ശ്രീ പീയൂഷ് ഗോയൽ ആണ്. ഓക്കെ, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പീയൂഷ് ഗോയൽ. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടി ജസ്റ്റ് കോപ്പി ആലോചിച്ചാൽ മതി കേട്ടോ. കൊമേഴ്സ് പീയൂഷ് ഗോയൽ. ഓക്കെ, കോപ്പി. ഓക്കെ. അടുത്തത് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ. എഡ്യൂക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ധർമ്മേന്ദ്ര പ്രധാൻ. മിനിസ്റ്റർ ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, MSME മിനിസ്റ്റർ. ഓക്കെ, അത് ശ്രീ ജിതിൻ റാം മാഞ്ചി ആണ്. ഓക്കെ, ജിതിൻ റാം മാഞ്ചി. ഓക്കെ, അതായത് മൈക്രോ എന്ന് പറയുമ്പം വളരെ സൂക്ഷ്മമായിട്ടുള്ള ചെറുത്. ഓക്കെ, സ്മോൾ എന്ന് പറയുമ്പം മൈക്രോനേക്കാളും ഒന്നും കൂടിയും വലുത്. ഓക്കെ, മീഡിയം എന്ന് പറയുമ്പം സ്മോളിനേക്കാളും കുറച്ചും കൂടിയും വലുത്. ഓക്കെ, സോ ഇതിപ്പം ഏതാണെങ്കിലും മൈക്രോ ആണെങ്കിലും സ്മോൾ ആണെങ്കിലും മീഡിയം ആണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും ആരാണ് ഗോഡ്? രാമൻ ആണ്. ഓക്കെ, റാം മാഞ്ചി എന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് രാമൻ. ഓക്കെ. മിനിസ്റ്റർ ഓഫ് പഞ്ചായത്തി രാജ് ആൻഡ് മിനിസ്റ്റർ ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ്. ഓക്കെ, അപ്പൊ അത് ശ്രീ രാജീവ് രഞ്ജൻ സിംഗ് ഏലിയാസ് ലാലൻ സിംഗ്. ഓക്കെ, അപ്പം അത് നമുക്ക് പേരിൽ തന്നെ ഉണ്ട്, പഞ്ചായത്തി രാജ്. ഓക്കെ, രാജീവ് രഞ്ജൻ സിംഗ് ആണ്. അദ്ദേഹത്തിന്റെ വേറൊരു പേരാണ് ലാലൻ സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫിഷറീസ് അതുപോലെ ആനിമൽ ഹസ്ബൻഡറി ഡയറിങ് ആണെങ്കിലും ഇദ്ദേഹം തന്നെയാണ്. ഓക്കെ, രാജീവ് രഞ്ജൻ സിംഗ്. മിനിസ്റ്റർ ഓഫ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്. ഓക്കെ, പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്. അപ്പം ഇത് ശ്രീ സർബാനന്ദ സോനോവാൾ. ഓക്കെ, ഇപ്പോൾ സോനോവാൾ, ഇപ്പോൾ സ്നോ എന്നൊക്കെ പറയുമ്പം വെള്ളവുമായിട്ടും ഓക്കെ അതുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. പോർട്ട്, ഷിപ്പിംഗ്, വാട്ടർവേസ്. അപ്പം ഇത് സർബാനന്ദ സോനോവാൾ ആണ്. ഓക്കെ. ഓക്കെ, അടുത്തത് മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. ഓക്കെ, അപ്പം അത് ഡോക്ടർ വീരേന്ദ്രകുമാർ ആണ്. അപ്പം സാമൂഹ്യ നീതിക്കും ഉന്നമനത്തിനും വേണ്ടി പൊരുതുന്ന ഒരു വീരനാണ് മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ഡോക്ടർ വീരേന്ദ്രകുമാർ. ഓക്കെ. അടുത്തത് മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ ശ്രീ K. രാംമോഹൻ നായിഡു. ഓക്കെ, ഒരു ചെറുപ്പക്കാരനാണ്, ഏറ്റവും ചെറുപ്പം പാർലമെന്റിലെ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള മിനിസ്റ്റർ ആണ് സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ K. രാംമോഹൻ നായിഡു. ഓക്കെ. അടുത്തത് മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മിനിസ്റ്റർ ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. ഓക്കെ, അപ്പം അത് ശ്രീ പ്രഹ്ലാദ് ജോഷിയാണ്. ഓക്കെ, അപ്പം ഇവിടെ കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, അപ്പം നമ്മുടെ ഭക്ഷണം അതുപോലെ തന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, റേഷൻ, അതെല്ലാം വരുന്നത് ഇതിനകത്താണ്. കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ റിന്യൂവബിൾ എനർജി. ഓക്കെ, അപ്പം ഇതിൻ്റെ മിനിസ്റ്ററാണ് പ്രഹ്ലാദ് ജോഷി. തൽക്കാലം നമുക്ക് ഫുഡൊക്കെ ഉള്ളതുകൊണ്ട് പ്രഹ്ലാദിനെ നമുക്ക് പലഹാരം എന്നാക്കാം. ഓക്കെ, അപ്പോൾ ഫുഡ് വന്നു കഴിഞ്ഞാൽ അവിടെ പലഹാരം ഓർക്കുക, പ്രഹ്ലാദ് ജോഷി. ഓക്കെ. അടുത്തത് മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ്. ഓക്കെ, മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സ് ശ്രീ ജുവൽ ഓറാം. ഓക്കെ, അപ്പം ഇവിടെ ഓറാം എന്നുള്ളത് ഓറങ്കുട്ടൻ എന്നുള്ളൊരു പേര് കേട്ടിട്ടുണ്ടോ? ഓറങ്കുട്ടൻ എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ മങ്കീസിന്റെ ഗ്രൂപ്പിൽ പെടുന്ന ഒരു ഇതാണ്. വനമനുഷ്യൻ എന്നാണ് അതിനെ പൊതുവെ വിളിക്കുന്നത്. ഓക്കെ, ഓറങ്കുട്ടൻ എന്ന് പറയുന്നത്. അപ്പം അതിന് ഭയങ്കര ഹൈറ്റ് ഒക്കെ കൂടി, നമ്മുടെ മനുഷ്യന്റെ അത്രയും ഹൈറ്റ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഉള്ള ഒരു മങ്കിയാണ്. അപ്പം ജസ്റ്റ് അത് ഓർക്കുക. അപ്പം ട്രൈബ്
ട്രൈബ് നമുക്ക് വനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഓറാങ്കുട്ടനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ട്രൈബൽ അഫയേഴ്സ് ജുവൽ ഓറാം. ഓക്കെ. മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസ്. ഓക്കെ, ടെക്സ്റ്റൈൽസ് മിനിസ്റ്റർ ശ്രീ ഗിരിരാജ് സിംഗ് ആണ്. അപ്പൊ ഗിരിജ ടെക്സ്റ്റൈൽസ് എന്ന് ഓർക്കുക കേട്ടോ, ഗിരിജ ടെക്സ്റ്റൈൽസ്. അപ്പോൾ മിനിസ്റ്റർ ഓഫ് ടെക്സ്റ്റൈൽസ് ഗിരിരാജ് സിംഗ് ആണ്. അടുത്തത് മിനിസ്റ്റർ ഓഫ് റെയിൽവേസ്, മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഓക്കെ, അപ്പൊ റെയിൽവേ മിനിസ്റ്റർ, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് IT മിനിസ്റ്റർ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ. അപ്പം അത് ശ്രീ അശ്വിനി വൈഷ്ണവ്. അടുത്തത് മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് മിനിസ്റ്റർ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ. ഓക്കെ, അപ്പം അത് ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ. ഓക്കെ, മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ജ്യോതിരാദിത്യ സിന്ധ്യ. അപ്പം നോർത്ത് ഈസ്റ്റ് റീജിയൻ ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു പേരിന്റെ കൂടെ ഒരു ഇന്ത്യ വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റേൺ റീജിയന്റെ ഡെവലപ്മെന്റ് എല്ലാം തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യ ആണ്. ഓക്കെ. അടുത്തത് മിനിസ്റ്റർ ഓഫ് എൻവയൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അത് ശ്രീ ഭൂപേന്ദ്ര യാദവ് ആണ്. ഓക്കെ, അപ്പം എൻവയൺമെന്റ്, ഫോറസ്റ്റ്, ക്ലൈമറ്റ് ഇതെല്ലാം തന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഭൂമി, പ്രകൃതി, കാട്, അതുപോലെ തന്നെ ക്ലൈമറ്റ്, കാലാവസ്ഥ, മഴ അല്ലെ, ഇതെല്ലാം തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്കത് പഠിക്കണം. ഭൂമി, ഇന്ദ്രൻ, ഇന്ദ്രനൊക്കെ ആരാണ്? മഴയുടെ ദൈവമാണ് അല്ലെ. അപ്പോൾ ഭൂമി, ഇന്ദ്രൻ അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എൻവയൺമെന്റ്, ഫോറസ്റ്റ്, ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, ശ്രീ ഭൂപേന്ദ്ര യാദവ് ആണ് എൻവയൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് മിനിസ്റ്റർ. ഓക്കെ. അടുത്തത് മിനിസ്റ്റർ ഓഫ് കൾച്ചർ ആൻഡ് മിനിസ്റ്റർ ഓഫ് ടൂറിസം. ഓക്കെ, കൾച്ചർ ആൻഡ് ടൂറിസം ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ്. കൾച്ചർ, ടൂറിസം ആ ഒരു പേര് പോലെ തന്നെ, സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേര് പോലെ തന്നെയാണ് ഉള്ളത്. ഗജേന്ദ്രൻ അല്ലെ, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഓക്കെ. അടുത്തത് മിനിസ്റ്റർ ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. അപ്പൊ അത് അന്നപൂർണ ദേവി. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്. നമുക്ക് അന്നം തരുന്ന ദേവിയാണ്, സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്ന ദേവിയാണ് അന്നപൂർണ ദേവി. ഓക്കെ. അടുത്തത് മിനിസ്റ്റർ ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ആൻഡ് മിനിസ്റ്റർ ഓഫ് മൈനോറിറ്റി അഫയേഴ്സ്. ഓക്കെ, അപ്പം പാർലമെന്ററി അഫയേഴ്സ് ആൻഡ് മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ ആണ് കിരൺ റിജിജു. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ. അടുത്തത് മിനിസ്റ്റർ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഹർദീപ് സിംഗ് പുരി. ഓക്കെ, അപ്പം പെട്രോൾ ആണെങ്കിലും പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ഒക്കെ നമുക്ക് ഖനിയിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അത് ഡീപ്പായിട്ട് കുഴിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പൊ ഹർദീപ് സിംഗ് പുരി. ഓക്കെ, അപ്പൊ അങ്ങനെ റിലേറ്റ് ചെയ്യാം. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി. ഓക്കെ. നെക്സ്റ്റ് മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആൻഡ് മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്. ഓക്കെ, ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഓക്കെ, അപ്പം ഇത് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, യൂത്ത്, സ്പോർട്സ്, അപ്പൊ ഇതെല്ലാം നമുക്ക് ഒരു കാറ്റഗറിയിൽ പെടുത്താം. ഓക്കെ, ജോലി കിട്ടിയ യൂത്ത് എല്ലാവർക്കും സന്തോഷമാണ്, അതുപോലെ സ്പോർട്സ് അവർക്ക് ഇഷ്ടമാണ്, അത് എല്ലാം തന്നെ മനസ്സിന് സുഖം തരുന്നതാണ് അല്ലേ. മൻസുഖ് മാണ്ഡവ്യ. ലേബർ, എംപ്ലോയ്മെന്റ്, യൂത്ത് അഫയേഴ്സ്, സ്പോർട്സ്, മൻസുഖ് മാണ്ഡവ്യ. ഓക്കെ. അടുത്തത് മിനിസ്റ്റർ ഓഫ് കോൾ ആൻഡ് മിനിസ്റ്റർ ഓഫ് മൈൻസ്. അപ്പൊ കോൾ ആൻഡ് മൈൻസ് അതിന്റെ മിനിസ്റ്റർ ആണ് ശ്രീ ജി കിഷൻ റെഡ്ഡി. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, അധികം ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കുന്നു. അടുത്തത് മിനിസ്റ്റർ ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ്. ഓക്കെ, ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ശ്രീ ചിരാഗ് പാസ്വാൻ ആണ്. ഓക്കെ, ഇവിടുത്തെ ഫുഡുമായിട്ട്, നേരത്തെ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്യിക്കരുത്. അവിടെ ഫുഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ അത് നമ്മൾ പലഹാരം പ്രഹ്ലാദ് ജോഷി എന്ന് പറഞ്ഞു. ഇവിടെ ഫുഡ് പ്രോസസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ്. ഓക്കെ, മിനിസ്റ്റർ ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ശ്രീ ചിരാഗ് പാസ്വാൻ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ പേരൊക്കെ വെച്ചിട്ട് റിലേറ്റ് ചെയ്യാം. ഓക്കെ, ഫുഡ് പ്രോസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ചിരവ. ഓക്കെ, തേങ്ങ ചിരകാനൊക്കെ ചിരവ. അപ്പോൾ ഫുഡ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിരാഗ് പാസ്വാൻ. ഓക്കെ. അടുത്തത് മിനിസ്റ്റർ ഓഫ് ജൽ ശക്തി CR പട്ടേൽ ആണ്. ഓക്കെ.
അപ്പം ജലശക്തി എന്ന് പറയുമ്പോൾ വെള്ളത്തിന്റെയാണ്. വെള്ളം എടുക്കുന്നത് പാട്ട എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ പാട്ടയിൽ വെള്ളം എടുക്കും. ജലശക്തി CR പാട്ടീൽ. ഓക്കെ. അടുത്തത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, അതായത് സഹമന്ത്രിമാരാണ്. ഇപ്പം എല്ലാം പറയുന്നില്ല. നമുക്ക് കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാരാണുള്ളത്. ഒന്ന് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ദ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ടൂറിസത്തിലും പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിലുമാണുള്ളത്. അത് ശ്രീ സുരേഷ് ഗോപിയാണ്. അടുത്തത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിന്റെ മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ്, അതുപോലെ തന്നെ ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ്, ഇവിടെ ജോർജ് കുര്യനുമാണ് ഉള്ളത്. അങ്ങനെ 2 സഹമന്ത്രിമാരാണ് കേരളത്തിൽ നിന്നുള്ളത് കേട്ടോ. ഓക്കെ. അപ്പം ഇത് കേട്ട് കഴിയുന്നതോട് കൂടിയിട്ട് കുറച്ചെങ്കിലും ഓർമ്മ നിൽക്കുമെന്ന് വിചാരിക്കുന്നു. കുറെ പേരുകളെങ്കിലും ഓർമ്മയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പം 1-2 വട്ടോ വീണ്ടും കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഓർമ്മ നിൽക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ. ഓക്കെ. അപ്പം ഇത് എന്തായാലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പം എന്തായാലും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയ മറ്റു കുട്ടികൾക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പം വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. See you on the next video. Bye.